നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോമോസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 5 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടെ വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലവണ്ണം റെസ്റ്റ് ചെയ്യാനൊരു 8-10 മിനിറ്റൊക്കെ വെക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കുക. പിന്നെ തക്കാളി ആട്ടെ നമുക്ക് ആവശ്യമുള്ള ചെറുതായിട്ടൊന്ന് എന്നിട്ട് അതൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മോമോസ് ഉണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ നമ്മൾ സെറ്റാക്കുന്നത്. നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വെച്ച മിക്സ്ചറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും സോയ സോസും ആട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. നമ്മൾ അത് റെഡി ആയിട്ടാണ് നമ്മളെ മോമോസിനുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട്. അത് ഒരു 1/2 കിലോനൊക്കെ ആയിട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്ത് സെറ്റാക്കിയതാക്കാം. വേണ്ടോ ഇതേപോലെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മൾ ഒരു സബോള ചെറിയൊരു മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞെടുത്തതാണ്. നല്ലവണ്ണം തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ടെടുക്കാൻ പോകുന്ന ചെറിയ ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ്, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും ഈ മസാലയൊക്കെ ഇത്ര പോലെ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പൊടി ഇട്ടെടുത്തിട്ട് നല്ല രീതിയിൽ എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കട്ടെ. നല്ല രീതിയിൽ മിക്സാക്കി സെറ്റാക്കി എടുക്കാം. നല്ല രീതിയിൽ തന്നെ കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഇട്ടെടുത്തിട്ട് നല്ലപോലെ പരത്തി കൊടുക്കാനുള്ളതാണ്. നമുക്കൊരു വട്ടം ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് തന്നെ നല്ല രീതിയിൽ താഴത്തൊക്കെ എണ്ണ തേച്ച് കൊടുത്ത് റെഡിയാക്കുന്നുണ്ട്. നമ്മൾ കോയലിട്ട് നല്ല രീതിയിൽ പരത്തി കൊടുക്കാം. എന്നിട്ടൊരു ജസ്റ്റ് ഇങ്ങനത്തെ വട്ടനുള്ള ഒരു പ്ലേറ്റ് വെക്കാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതാക്കി കൊടുക്കുക. വട്ടം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വട്ടെടുത്തിട്ട് റെഡിയാക്കാം. വട്ടെടുത്തിട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം അധികം പെർഫെക്ഷനൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. നല്ല മസ്റ്റ് ട്രൈ ആണ്. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്വീഷ് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ പല ഷീറ്റിലായിട്ട് ഞങ്ങളിതൊക്കെ ചെയ്തെടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഒരു ആവി കയറ്റാൻ വേണ്ടിയിട്ട് നല്ല ഒരു പാത്രത്തിൽ വെച്ചെടുക്കുന്നുണ്ട്. എല്ലാതും നല്ല ഇതിൽ വെച്ചെടുക്കുന്നുണ്ട്. വിട്ട് വെച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ എല്ലാത്തിലും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ആവി കയറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിലത്തെ ഇതൊക്കെ വെന്തിട്ട് ചിക്കൻ്റെ മണമൊക്കെ നമുക്ക് കിട്ടണമായിരുന്നു. അപ്പം നമ്മുടെ ഇതൊക്കെ എല്ലാതും പാത്രത്തിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട്. കണ്ടോ നല്ലപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. ചിലതൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല ജ്യൂസി പരിപാടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എല്ലാവർക്കും അസ്സലാമു അലൈക്കും.